ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ചാനൽ. അപ്പം നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് ഒരു മിക്സർ ഗ്രൈൻഡർ ആണ്. നിങ്ങളൊരു എന്താ പറയുക, ഒരു ഹെവി ഡ്യൂട്ടി മിക്സർ ഗ്രൈൻഡർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, അതും ഒരു അത്യാവശ്യം പ്രീമിയം ലെവലിൽ, അതായത് 5000 മുകളിലൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഒരു മിക്സർ ഗ്രൈൻഡറാണ് നമ്മൾ ഇന്ന് അൺബോക്സിംഗ് ആണൊക്കെ ചെയ്യാൻ പോകുന്നത്. ഫിലിപ്സിൻ്റെയാണ്. നമ്മൾ ഇതിനു മുമ്പും ഫിലിപ്സിൻ്റെ മിക്സർ ഗ്രൈൻഡറൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാമറ തട്ടി 800 വാട്ടിൻ്റെ ഒരു മിക്സർ ഗ്രൈൻഡറാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഹെവി ഡ്യൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ വേറെ ഒരു മൈക്രോ ഗ്രൈൻഡർ ടെക്നോളജി എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉപയോഗിച്ചാണ്. അതായത് നമ്മൾ നോർമലി നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ നോർമൽ മിക്സർ ഗ്രൈൻഡറിൻ്റെ ജാറിലൊക്കെ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അറിയാൻ ഭയങ്കര പാടായി. പക്ഷേ ഇത് ഒരു പെപ്പർ ഇട്ടാൽ പോലും അറിയുന്നതാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഇതിൻ്റെ MRP ഒക്കെ വരുന്നത് 6000, 5999 രൂപയ്ക്കാണ്. നിങ്ങൾക്ക് ആമസോണിനും ഫ്ലിപ്കാർട്ടിനൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് കുറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പേജ് ഫോളോ ചെയ്യാം. കമൻറ്റ് ചെയ്യണമെങ്കിൽ മെസ്സേജ് നമ്മുടെ യൂട്യൂബിൽ തന്നെ കമൻറ്റ് ചെയ്താൽ മതിയിട്ടാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അത്ര ആക്റ്റീവ് അല്ല, എന്താ വെച്ചാൽ സമയം കിട്ടാറില്ല. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. നമ്മൾ കമൻറ്റ്സിന് റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പ്രൊഡക്റ്റ് കണ്ടാലോ. ഇതിൻ്റെ ബോക്സ് ഞാൻ കാണിച്ചാൽ ഫിലിപ്സിൻ്റെ ബോക്സ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സാണ്, വേറെ തനി എന്താ പറയുക, ഒരു പേപ്പർ കാർഡ്ബോർഡ് ബോക്സാണ്. ഞാൻ എന്തായാലും എൻ്റെ ഈ ക്യാമറ ഒന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കാണിച്ചു തരാം. ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിലിപ്സിൻ്റെ ബ്രാൻഡിങ് എഴുതിക്കാൻ കാണാം. 800 വാട്ട് മിക്സർ ഗ്രൈൻഡർ ഡെയിലി കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. 5 കൊല്ലം നമുക്കിത് മോട്ടോർ വാറണ്ടി കണക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രഷ് ഗ്രൈൻഡിങ് ഓഫ് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് മസാലാസ് ആൻഡ് പേസ്റ്റീസ് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്രോ ഗ്രൈൻഡ് ടെക്നോളജിയാണ്. ദാറ്റ് ക്യാൻ ഗ്രൈൻഡ് ഈവൺ 1 പേപ്പർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 5900 ഇല്ല കേട്ടോ, 5195 രൂപയാണ് ഇതിൻ്റെ. പിന്നെ വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അത് ഓപ്പൺ ചെയ്തിട്ടില്ല. 2 കൊല്ലം വാറണ്ടി, ഫുൾ ബോഡി വാറണ്ടി, 5 കൊല്ലം മോട്ടോർ വാറണ്ടിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്കിതിൽ 3 ജാറുണ്ട്. ഒരു വെറ്റ് ജാർ 1.5 ലിറ്ററിൻ്റെ, പിന്നെ ഒരു ഡ്രൈ ജാർ 1 ലിറ്ററിൻ്റെ, പിന്നെ ഒരു ചട്നി ജാറും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിലായിട്ട് എനിക്ക് തോന്നുന്നൊന്നുമില്ല എന്നുണ്ട്. ഇതാണ് സൈഡ് വരുന്നത്. സൈഡിൽ നമുക്ക് അതിൻ്റെ കുറച്ച് പടവും കാര്യങ്ങളൊക്കെ ഉള്ളൂ, ഗ്രൈൻഡ് ടെക്നോളജിയും അതുപോലെ തന്നെ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് എന്തായാലും ഒന്ന് അൺബോക്സിങ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ എന്താ പറയുക കണ്ടൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമുക്ക് നമ്മുടെ അതിൻ്റെ ഉള്ളിൽ ബോക്സിലത്തെ കണ്ടൻറ്റ് വരുന്നത്. ആദ്യം തന്നെ നമുക്കൊരു വാറണ്ടി കാർഡ് പ്ലസ് അതുപോലെ തന്നെ ഒരു യൂസർ ഗൈഡും കാര്യങ്ങളൊക്കെ നമുക്കിത് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി 3 ജാറിൻ്റെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 1.8 ലിറ്ററിൻ്റെ ജാറ്. അലുമിനിയം സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് ഉണ്ടാവുക. ക്യാപ്പും കൊള്ളാം, നല്ല എയർടൈറ്റ് ഇതാണ്. ഇത് നമ്മുടെ ചട്നി ജാറ് കുട്ടി സാധനം. അതിൻ്റെ ക്വാളിറ്റി കാണാനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. പറയാം അത് ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഇത് നമ്മുടെ അതിൽ 1.5 ലിറ്ററിൻ്റെ 1 ലിറ്ററിൻ്റെ ആണത്. ഇതാണ് പിന്നെ നമ്മുടെ ബോഡി. ഇത് മൾട്ടിക്കൽ കളറിൽ അവൈലബിൾ ആണ്. ഇത് ഞാൻ ഗ്രേ എടുത്ത് കേട്ടോ, ഗ്രേ ബ്ലാക്ക് എടുത്ത്. പിന്നെ വൈറ്റ് ഉണ്ട്, പിന്നെ വേറെ 2-3 കളറും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ആക്ച്വലി ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ഞാനത് ഓർത്തില്ല കുത്തിയത്. അപ്പോൾ ഇത് നമുക്കിവിടെ റബ്ബർ പാഡിങ് വരുന്നുണ്ട്. ഇതിങ്ങനെ ടൈറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ, അതങ്ങനെ ഫിറ്റായിട്ട് ഇരുന്നോളൂ കൊണ്ടുപോയി ഞാനങ്ങില്ല. അപ്പോൾ നമുക്കിതിൽ 3 കോഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ക്ലീൻ മോഡും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മോട്ടർ തിരിയേണ്ടൊക്കെ നല്ല, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. ഫൈൻ സ്പീഡ് കാര്യങ്ങളൊക്കെ നല്ല സൗണ്ടാവും. ഈ സാധനം വെച്ചാൽ ഒന്നുകൂടി സൗണ്ട് ആവും തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്ന് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ലോക്കിംഗ് ആണ്. ഇത് ഓൾറെഡി ഈ കുട്ടി സാധനം ഇതിൽ ലോക്കായിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ തിരിക്കുക, ഇത് തന്നെയാണ് തോന്നുന്നുണ്ട് ലോക്ക്. അത്യാവശ്യം നോയ്സ് ലെവലുണ്ട്. നമ്മളിതിട്ട് അടിക്കുമ്പോഴും പ്ലെയിനായിട്ട് അടിക്കുമ്പോഴും അത്യാവശ്യം നോയ്സ് ലെവലുണ്ട്. നിങ്ങൾക്ക് സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സൗണ്ട് നമ്മൾ ഇത് തട്ടണമെന്നല്ല നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ അടിയിൽ തട്ടണ സംഭവമൊന്നുമില്ല. പക്ഷേ ഈ സൗണ്ട് ഉണ്ട് കേട്ടോ. അത് നമ്മൾ 3 ജാറിൽ വെക്കുമ്പോഴും ഈ സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫിലിപ്സിൻ്റെ. അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, പോർട്ടബിളും ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിനായിട്ടും റേറ്റ് കൂടുതലാണ് നിങ്ങൾക്ക് നമ്മുടെ സുജാതയൊക്കെ കിട്ടുന്നത്. സുജാത പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്നത് സുജാതയാണ്. അപ്പോൾ സുജാത പിന്നെ അത്ര നല്ല ഹെവി ഡ്യൂട്ടിയാണ്. പിന്നെ അതിൻ്റെ കുറച്ച് മോട്ടർ അത്യാവശ്യം കറണ്ട് ചാർജ് കൂടുതലെടുക്കുന്ന ഒരു മോട്ടറാണ്. ഇതാകുമ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് നമ്മുടെ ആറ്റംബർഗിൻ്റെ ഒക്കെ ഉണ്ടല്ലോ. ആറ്റംബർഗിന് ഞാൻ പോയില്ല. ആറ്റംബർഗിൻ്റെ എന്താ പറയുക കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ ആമസോണിൽ നോക്കിയപ്പോൾ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ എഴുതിയിട്ടുണ്ട് കംപ്ലയിൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ആറ്റംബർഗിൻ്റെ സർവീസ് നല്ല നടന്നു വെച്ചാൽ ഞാൻ ആറ്റംബർഗിൻ്റെ ഫാൻസുകൾ നമ്മുടെ വീട്ടിൽ ഫുള്ള് തന്നെയാണ്. അപ്പോൾ അത് ആദ്യം ഇനീഷ്യലി ഇടിയോട്ട് അടിച്ചപ്പോൾ കറണ്ട് അടിച്ചു പോയി എന്നല്ലാണ്ട് വേറെ പിന്നെ നമുക്ക് അവർ ആക്ച്വലി വാറണ്ടിയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് ഫ്രീ ആയിട്ട് തന്നു. അത് വേറെ കാര്യം. അപ്പോൾ സർവീസൊക്കെ കിടലം തന്നെയാണ്. പക്ഷേ എന്നാലും മിക്സറിൽ അവരെത്ര പോരാന്നാണ് നോർമലി മിക്ക എല്ലാത്തിൻ്റെ റിവ്യൂലും കാര്യങ്ങളൊക്കെ കാണുന്നത്.
അപ്പോൾ ഞാൻ ആദ്യം ആക്ച്വലി ആറ്റംബർഗിൻ്റെ നോക്കാമെന്ന് വെച്ചാൽ BLDC മോട്ടറാണല്ലോ. പിന്നെ നമ്മളിത് ഡെയിലി ഉപയോഗിക്കുന്ന ഫുൾ ടൈം ഇട്ട് ഉപയോഗിക്കണമൊന്നുമില്ല. നമ്മുടെ ഫാൻ എന്ന് പറയുമ്പോൾ റെഗുലറായിട്ട് മണിക്കൂറുകൾ ഓടുന്ന സാധനമാണ്. അപ്പോൾ അല്ലാതെ ഇപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫിലിപ്സ് നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഫിലിപ്സിൻ്റെ 2-3 ഓൾറെഡി നിങ്ങൾക്ക് ചാനലിൽ തന്നെ കാണാം അൺബോക്സിങ്ങുകളിലൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫിലിപ്സിലേക്ക് തന്നെ പോയത്. ഫിലിപ്സിൻ്റെ നമുക്ക് ഇൻഡക്ഷൻ കുക്കറും സംഭവങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ സാധനം നല്ല ലൈറ്റ് വെയിറ്റ് ഉണ്ട്. പോർട്ടബിളായിട്ടൊരു സാധനം നോക്കുന്നുണ്ടെങ്കിൽ നോക്കാം. സുജാതയൊക്കെ നല്ല വെയിറ്റുള്ള സാധനമാണ്. പിന്നെ ഇതിൽ ജാറ് വരുന്നില്ല, മിക്സർ ജാറ് വരുന്നില്ല കേട്ടോ. അതുള്ള മോഡൽ ഫിലിപ്സിൻ്റെ വേറെ ഹൈ എൻഡ് വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഫിലിപ്സിൻ്റെ പ്രൊഡക്ട്സ്, അതായത് ഹോം അപ്ലയൻസസ് പ്രൊഡക്ട്സ് നോക്കുന്നുണ്ടെങ്കിൽ മിക്സർ ഗ്രൈൻഡർ, എസ്പെഷ്യലി നിങ്ങൾ മിക്സർ ഗ്രൈൻഡർ നോക്കുന്നുണ്ടെങ്കിൽ ഈ മോഡൽ നോക്കാട്ടോ. 800 വാട്ടിൻ്റെ ഇത് ഇവരെ കുറേ വാട്ടുണ്ട്. 600 വാട്ടിൻ്റെ ഉണ്ട്, 750 വാട്ടിൻ്റെ ഉണ്ട്, 900 വാട്ടിൻ്റെ ഉണ്ട്. അങ്ങനെ കുറേ മോഡലുണ്ട് കേട്ടോ. പിന്നെ പാനസോണിക്കിൻ്റെ നോക്കാം. ഞാൻ ആദ്യം പാനസോണിക്കാണ് നോക്കിയത്, പക്ഷേ അത് ഭയങ്കര ലേറ്റ് ഡെലിവറി കാണിക്കണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഫിലിപ്സിലേക്ക് മാറിയതാണ് കേട്ടോ. പാനസോണിക്കിൻ്റെ ഹെവി ഡ്യൂട്ടീസ് ആണ് ഉണ്ട്, 1200 വാട്ടിൻ്റെയൊക്കെ. ഓൾമോസ്റ്റ് ഒരു 6800 രൂപയൊക്കെ നമുക്ക് ആമസോണിൽ കാർഡ് ഡിസ്കൗണ്ടൊക്കെ കഴിഞ്ഞിട്ട് കിട്ടും. അത് അത്യാവശ്യം നല്ല ഡീലാണ്. കാർഡ് വേണമെന്ന് മാത്രം, അല്ലെങ്കിൽ 7500 സംതിങ് കണ്ട് വരും. പക്ഷേ ഫിലിപ്സ് പാനസോണിക്കിൻ്റെയും പ്രൊഡക്ട്സ് സൂപ്പറാണ് കേട്ടോ. അത് വേറെ കാര്യം. മിക്സർ ഗ്രൈൻഡർ. അപ്പോൾ നമുക്കെന്തായാലും മൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത് വരണം.